ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ 2 ദിവസക്കാലം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സൂമിൽ കൂടെ ഞങ്ങൾ നടത്തിയ പ്രോഗ്രാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഇന്ന് 3-ാം ദിവസമാണല്ലോ. 3 ദിവസത്തെ കൺവെൻഷനാണ് നമ്മൾ വെച്ചിരുന്നത്. IPC ഇവാഞ്ചലിസം ബോർഡിന്റെ കേരള സ്റ്റേറ്റ് കുടുംബത്തിലെ കൺവെൻഷൻ എന്ന പേരിൽ ആരംഭിച്ചിരിക്കുന്ന ഈ കൺവെൻഷനിൽ ഭാഗവാക്കാകുവാൻ എനിക്കും ഇടയായി. ദയവായി നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം. പ്രത്യേകാൽ ഇപ്പോഴത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാമല്ലോ. വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാൽ മാനസികമായി മനുഷ്യൻ ഭാരപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇന്നത്തെ ഈ വചന ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ, നന്മയായി തീരട്ടെ, ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരട്ടെ. വളരെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇത് ശ്രദ്ധിച്ചാലും മാക്സിമം ഈ പ്രോഗ്രാം നിങ്ങൾ ഷെയർ ചെയ്യണം. തുടർന്നുള്ള കാര്യങ്ങൾ പ്രിയ സിനോജ് പാസ്റ്റർ സംസാരിക്കുന്നതായിരിക്കും. ആശങ്കയിലും ആകുലതയിലുമായിരിക്കുന്നവർക്ക് വളരെ സമാധാനമായി ഇന്ന് രാത്രിയിൽ ബഹുമാനപ്പെട്ട ദൈവദാസനിലൂടെയുള്ള തിരുവചന ഘോഷണം ഇടയായി തീരുമെന്ന വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ പാസ്റ്റർ ബാബു ചെറിയാനവർ. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യനായ പാസ്റ്റർ ഷിബു നെടുവേലി IPC കേരള സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് അനുഗ്രഹിക്കപ്പെട്ട സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ദൈവദാസന്റെ അധ്യക്ഷതയിൽ ഈ മീറ്റിംഗ് നടക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സിനോജ് ജോർജ് ഓർപ്പിച്ചതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിലും വചന ധ്യാനത്തിലും ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവദാസനുമായിട്ട് കണക്റ്റായി ഫോണിൽ ഞാൻ പറഞ്ഞു, ഈ പ്രായം ഇനി തിരിച്ചു കിട്ടുകയില്ല. ഈ പ്രായത്തിൽ ചെറുപ്പക്കാർക്ക് വേണ്ടി കൊറോണയുടെ കാര്യം പറഞ്ഞ് ഒഴിഞ്ഞിരിക്കരുത്. പിള്ളേരെ ഒരു മീറ്റിങ്ങിനും കിട്ടത്തില്ല. പിള്ളേര് എപ്പോഴും ട്യൂഷനും എൻട്രൻസും ബിസിയുമാണ്. ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ഓഫ് ക്യാച്ച് അവർ ചിൽഡ്രൻ. നമ്മുടെ കുട്ടികളെ പിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് എന്തു വിലയും കൊടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആത്മപ്രേരണയാൽ പറയുകയുണ്ടായി. പ്രിയപ്പെട്ട കർത്തൃദാസൻ പലരുമായിട്ട് കണക്ട് ചെയ്ത് നല്ല നല്ല പ്രോഗ്രാംസ് ചെയ്യുന്നതിന് ഞാൻ അഭിനന്ദിക്കുന്നു. ആരും പൂർണ്ണരല്ല. ആരെ കൊണ്ടും ഇത് ഒറ്റയ്ക്കെടുക്കാവുന്ന ജോലിയല്ല. ലോക സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ നമുക്കെല്ലാവർക്കും അവരവരുടെ പങ്ക് വഹിക്കാൻ ദൈവം തരുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യനായ ലിനു കെ ജോൺ, LK റോയ്, മറ്റ് എല്ലാ അനുഗ്രഹിക്കപ്പെട്ട യുവജന പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളൊക്കെയും യൂട്യൂബിലൂടെയും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ചിലത് മാത്രം ഞാൻ കാണാറുണ്ട്. കാരണം എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരു സാധാരണ ഉപദേശിയാണ്. എങ്കിലും എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ദൈവം തരുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിന്ന് വായിക്കാനുള്ള വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ ഈ കാര്യം നേരത്തെ എഴുതി കൊടുക്കണമെന്നൊക്കെ ചിന്തിച്ചെങ്കിലും ആ കണക്ഷന്റെ തകരാറ് കാരണം ഒരല്പം ബുദ്ധിമുട്ട് വന്നു. ഞാൻ വളരെ നേരം പരിശ്രമിച്ചിട്ടാണ് ഇപ്പൊ വീണ്ടും കയറിയത്. ആദ്യവും അല്പം പ്രയാസം ഉണ്ടായിരുന്നു. ഇവിടെയും ഇടിയും മഴയും ആയിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 17 മുതൽ 22 വരെ ആരെങ്കിലും വായിച്ച് സഹായിച്ചാൽ നല്ലതാണ്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 17 മുതൽ 19:17. അവർ യേശുവിനെ കയ്യേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും, യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസറേയനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. അത് എബ്രായ, റോമ,
യവന ഭാഷകളിൽ എഴുതിയിരുന്നു. ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട്, യഹൂദന്മാരുടെ രാജാവ് എന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്നവൻ പറഞ്ഞു എന്നത്രേ എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അതിന് പീലാത്തോസ്, ഞാൻ എഴുതിയത് എഴുതി എന്ന് ഉത്തരം പറഞ്ഞു. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇവാഞ്ചലിസം ബോർഡിന് വേണ്ടിയും യുവജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ നേതൃത്വത്തിന് വേണ്ടിയും വിശേഷാൽ ഞങ്ങളുടെ യുവാക്കൾക്ക് വേണ്ടി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചെറുപ്പക്കാരെന്നല്ല, എല്ലാവരും ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു കാലം. ഞങ്ങൾ ഇതാ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാലും അവിടുത്തെ വചനത്താലും ഞങ്ങളെ ഇന്ന് രാത്രി ഒരു പുതിയ ചൈതന്യത്തിലേക്കും ഒരു ധൈര്യത്തിലേക്കും ഒരു ദർശനത്തിലേക്കും നടത്തണമേ. കർത്താവെ, ഞങ്ങളുടെ കണ്ണുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ആ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്ന പൊടിപടലങ്ങളെ തുടച്ചു മാറ്റി ഞങ്ങളുടെ കാഴ്ചയ്ക്ക് ഒരു പുതിയ വെട്ടം ഇന്ന് രാത്രി നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുമുമ്പിൽ താഴ്ത്തുന്നു. കേൾവിക്കാരായിട്ട് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ യോഗങ്ങളാൽ ഉണ്ടായ നല്ല നന്മയ്ക്കായിട്ടും റിസൾട്ടിനായിട്ടും നന്ദി പറയുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. 86,400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇന്ന് രാവിലെ വെളുപ്പിനെ 1 മണിക്ക് ഇടുന്നു എന്ന് കണക്ക് കൂട്ടുക. ഇന്ന് രാത്രിക്കുള്ളിൽ അത് മുഴുവൻ പിൻവലിച്ചിരിക്കണം. അതും വളരെ കൃത്യമായി ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? 86,400 രൂപ നിങ്ങൾ എന്ത് ചെയ്യും? രൂപയല്ല, സെക്കൻഡാണ്. സെക്കൻഡ് 86,400 സെക്കൻഡ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ദൈവം തമ്പുരാൻ ഡിപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് എങ്ങനെ ഉപയോഗിച്ചാലും അതിന്റെ കണക്ക് നിങ്ങൾ തന്നെ നാളെ ഓഡിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്കത് എന്തിനു വേണേലും ഉപയോഗിക്കാം. നിങ്ങൾക്കത് പണിയാൻ ഉപയോഗിക്കാം, ആളുകളെ പണിയാൻ ഉപയോഗിക്കാം, പ്രോത്സാഹിപ്പിക്കാൻ ഉപയോഗിക്കാം, അപ്ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, എൻകറേജ് ചെയ്യാൻ ഉപയോഗിക്കാം, പ്രകാശിപ്പിക്കാൻ ഉപയോഗിക്കാം, സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, ധൈര്യപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാം, സൗഖ്യമാക്കാൻ വേണ്ടി ഉപയോഗിക്കാം, മുന്നോട്ട് തള്ളിവിടാൻ വേണ്ടി ഉപയോഗിക്കാം, നിങ്ങൾക്ക് തന്നെ ശക്തിപ്പെടാൻ വേണ്ടി ഉപയോഗിക്കാം, മഹാദൈവവുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം, നേരെ തിരിച്ച് നെഗറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാം, കൂടുതൽ പണമുണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം, മറ്റുള്ളവരെ പരിഹസിക്കാൻ ഉപയോഗിക്കാം, കുറ്റം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം, ഡിസ്കറേജ് ചെയ്യാൻ ഉപയോഗിക്കാം. നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ 84,400 സെക്കൻഡ് കിടപ്പുണ്ട്. ഓരോ സെക്കൻഡും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് എന്ത് തന്നെയാണെങ്കിലും അതിന് തക്കവണ്ണം കൃത്യമായ ഓഡിറ്റിംഗ് ഉണ്ടാകും. നമ്മള് ഈ കോവിഡിന്റെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രധാന വാർത്തയുണ്ട്. അത് അറയ്ക്കൽ ജോയി സാറിന്റെ മരണമാണ്. മാനന്തവാടിയിലൊക്കെ നമ്മൾ പല പ്രാവശ്യം പോയി പ്രസംഗിച്ചിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഈ വീട് കണ്ടിട്ടില്ല. ഏകദേശം ലുലു മാളിന്റെ വലിപ്പം കാണുമായിരിക്കും. 45,000 സ്ക്വയർ ഫീറ്റ്. ഞാൻ 35 വർഷം 1 റൂം കിച്ചണിൽ താമസിച്ച് സുവിശേഷ വേല ചെയ്ത് ട്രാൻസ്ഫറിൽ മാറി വന്ന ഒരാളാണ്. ഒരു വീട് ചെറുതായിട്ട് മേടിച്ച് അതൊന്ന് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ട് ഇപ്പൊ 2 കൊല്ലമേ ആയുള്ളൂ. അപ്പൊ 500 സ്ക്വയർ ഫീറ്റിൽ താമസിച്ചാണ് ഞാൻ 3 മക്കളെ വളർത്തിയതും കല്യാണം കഴിപ്പിച്ചു വിട്ടതും. അപ്പൊ ഈ ചെറിയ വീടിന്റെ സുഖം എനിക്കറിയാം. അടിച്ചു തൂക്കാൻ 5 മിനിറ്റ് മതി. അപ്പോഴാണ് 45,000 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടെന്ന് കേട്ടപ്പം തല കറങ്ങിപ്പോയി. അപ്പൊ അത് ഒരു ദിവസം അടിച്ചു തൂക്കാൻ എനിക്ക് തോന്നുന്ന ഒരു 20 പേരെ ജോലിക്ക് വെക്കണം. അസൂയയല്ല,
പക്ഷെ എന്നിട്ട് ആ വീട്ടിൽ 6 മാസം താമസിക്കാൻ സാധിച്ചില്ല. നിങ്ങളുടെ സമയം നിങ്ങൾ എന്തിനുപയോഗിക്കുന്നു? അദ്ദേഹം മരിച്ചതാണോ? ആരെങ്കിലും അപകടപ്പെടുത്തിയതാണോ? കർമ്മ ന്യൂസ് എന്ന ന്യൂസിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ഒന്നും അറിഞ്ഞുകൂടാ. അവർ വാർത്ത തുടങ്ങിയത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ എന്തു പ്രയോജനമെന്ന് ക്രിസ്ത്യാനികളുടെ ബൈബിൾ പറയുന്നത് അറയ്ക്കൽ ജോയിയുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നാണ് ന്യൂസ് റീഡർ തുടങ്ങി വെച്ചത്. അപ്പൊ നമ്മുടെ ഫേവറേറ്റ് വാക്യമായതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചു കേട്ടു. അപ്പൊ ഈ പ്രസംഗമൊക്കെ ആൾക്കാർ കേൾക്കുന്നുണ്ട്, ഈ വാക്യങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. ഇവരാരും ബൈബിളൊന്നും വായിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഉദ്ധരണികളെല്ലാം വളരെ തെറ്റാതെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ആ വിഷയത്തിൽ അതിനേക്കാൾ നല്ലൊരു വേർഡ് ഏത് പുസ്തകത്തിലാണ് ഉള്ളത്? അപ്പൊ അത് ഉപയോഗിച്ചപ്പോ ഞാൻ അത് ന്യൂസ് വായിച്ച സഹോദരിയെ ശ്രദ്ധിച്ചു, കൊള്ളാം. എന്നാൽ ഈ പുസ്തകം കയ്യിലുള്ള നമ്മൾ ഇതിന്റെ വില മനസ്സിലാക്കുന്നുണ്ടോ? എന്തിനു വേണ്ടി നിന്റെ സമയം ഉപയോഗിക്കുന്നു? എന്തിനു വേണ്ടി നിന്റെ ആരോഗ്യം ഉപയോഗിക്കുന്നു? എന്തിനു വേണ്ടി നിന്റെ കഴിവുകൾ ഉപയോഗിക്കുന്നു? നിന്റെ കണ്ണിന്റെ കാഴ്ച, ചെവിയുടെ കേൾവി, നിന്റെ മെമ്മറി പവർ, തിങ്കിങ് കപ്പാസിറ്റി, റിസർച്ചിങ് മൈൻഡ് നീ എന്തിനു ഉപയോഗിക്കുന്നു? ഇത് തന്നെ ഉപയോഗിച്ചാ പ്ലെയിൻ കണ്ടുപിടിച്ചത്. ഈ സാധനം ഉപയോഗിച്ചാ ഇടുക്കി ഡാം കണ്ടുപിടിച്ചത്. ഇത് തന്നെ ഉപയോഗിച്ച ആറ്റം ബോംബ് കണ്ടുപിടിച്ചത്. ഇത് ഉപയോഗിച്ചാണ് തോക്ക് കണ്ടുപിടിക്കുന്നത്. Praise the Lord. നിന്റെ വിലയേറിയ സമയം, വിലയേറിയ താലന്ത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നെന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ. കോവിഡ് കാര്യങ്ങളൊക്കെ നമുക്കല്ലേ വലിയ കാര്യം. ദൈവത്തിനെന്നാ? ദൈവം അറിയാതെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നീ ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് ദൈവം നോക്കിയിരിക്കുക. ഞാനൊരു 10 കാര്യം എഴുതി വെച്ചിട്ടുണ്ട് കോവിഡിന്റെ ഗുണങ്ങൾ പെന്തിക്കോസ്തുകാരനെ സംബന്ധിച്ചിടത്തോളം. അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും എഴുതും. 1, പ്രാർത്ഥന കൂടി. 2, റിയൽ വർഷിപ്പ് തുടങ്ങി. അതെന്താ റിയൽ വർഷിപ്പ് എന്ന് പറഞ്ഞാ? ഇത്ര നാൾ പെർഫോമൻസ് അല്ലായിരുന്നോ? തലേ ദിവസം പ്രാക്ടീസ് ചെയ്ത് പ്രത്യേക തരത്തിൽ തലമുടി വെട്ടി, ഡ്രം വായിക്കുന്നവൻ ഒരു പ്രത്യേക തരം താടി, കീബോർഡ് വായിക്കുന്നവന്റെ തല വേറൊരു തരം, ഗിറ്റാറിന് വേറൊരു ഫോം. ഞാൻ ഇവരോട് ചോദിച്ചപ്പോ പറഞ്ഞ, അച്ഛാ ഡ്രം വായിക്കുന്നതിന് ഇങ്ങനത്തെ താടി വേണോന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡ്രമ്മും താടി കേട്ടാ ബന്ധം എനിക്കറിയില്ല. ഞാൻ എല്ലാ പിള്ളേരുമായിട്ട് ഭയങ്കര കമ്പനിയാ. വിശേഷിച്ചും മ്യൂസീഷ്യൻസിനോട് നിങ്ങൾ ചോദിച്ചാൽ മതി, മുഴുവൻ പാട്ടുകാരുമായിട്ട് സ്നേഹമാണ്. എന്നാ ഇതിന് കാരണം എന്നറിയാവോ? കാരണം പറയാം. ഒരു നല്ല കീബോർഡിസ്റ്റിന് വെളിയിൽ എത്രയാ റേറ്റ് നിങ്ങൾ അന്വേഷിക്കണം. വെളിയിൽ 10,000 രൂപ ഒരു മണിക്കൂറിന് കൊടുക്കാതെ ഒരാളെ കിട്ടുകയില്ല. കുറഞ്ഞ കണക്കാ ഞാൻ പറഞ്ഞു. നമ്മൾ കൊടുക്കുന്ന എത്രയാ? കണക്കൊന്നും പറയാതിരിക്കുക നല്ലത്. അപ്പൊ അതുകൊണ്ട് പാട്ടുകാരെ, ഉപകരണം വായിക്കുന്നവരെ ദൈവത്തെ ഓർത്ത് കുറ്റം പറയരുത്. പക്ഷെ ഞാൻ പറയാൻ വന്ന വിഷയം, ദൈവത്തിന് നിന്റെ കീബോർഡും വേണ്ട, നിന്റെ ഡ്രം പാഡും വേണ്ട, നിന്റെ എക്കോ ആംപ്ലിഫയറും വേണ്ട. ദൂതന്മാരുടെ ചിറകനക്കിയാൽ എന്നെ വർഷിപ്പാ, എന്നെ മ്യൂസിക്കാ. പക്ഷെ ദൈവത്തിന് വേണ്ടത് നിന്റെ ഹൃദയം തുറന്ന് കണ്ണ് നിറഞ്ഞ് ഒഴുകുന്ന ഒരു ആരാധനയാണ് ദൈവത്തിന് വേണ്ടത്. കുറെ വർഷങ്ങളായി പെർഫോമൻസ് കൊണ്ട് ദൈവത്തെ വരട്ടുകല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ചങ്ക് തുറന്നുള്ള ആരാധന വീടുകളിൽ നിന്ന് ഉയരുന്നു. നിങ്ങൾ വായിച്ചു കാണും, സാത്താൻ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ്, അതായത് ജനുവരിയിൽ എങ്ങാണ്ട് സ്വർഗത്തിൽ വീണ്ടും ചെന്നു. അപ്പൊ ദൈവം ചോദിച്ചു, നീ എവിടുന്ന് വരിക? ഞാൻ ലോകം മുഴുവൻ ചുറ്റിയിട്ട് വരിക. നീ പെന്തിക്കോസ്തുകാരെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. എടാ നോക്കടാ അവരുടെ ആരാധന എന്നാ കീബോർഡാ. 5 ലക്ഷത്തിന്റെ കീബോർഡും 12 ലക്ഷത്തിന്റെ ഗിറ്റാറും ഒക്കെ വെച്ച് ഞങ്ങളുടെ പിള്ളേര് വർഷിപ്പ് ചെയ്യുന്ന നീ കണ്ടോ? അപ്പൊ സാത്താൻ പറഞ്ഞു, അതൊക്കെ ഞാൻ കണ്ടച്ചാ വരുന്നത്.
ഒരു കൊറോണ വൈറസ് അങ്ങോട്ട് അയക്കാമെങ്കിൽ ഈ ഹോളെല്ലാം പൂട്ടുന്നത് ഞാൻ കാണിച്ചു തരാമെന്നു. ദൈവം തന്നെ പറഞ്ഞു ഓക്കെ അയച്ചേക്കാം. ഭാവനയാ കേട്ടോ, ഭാവനയാ. അയച്ചു. 2 ആഴ്ച കഴിഞ്ഞ് സാത്താൻ ചെന്നു. സാത്താൻ ദൈവത്തോട് ചോദിച്ചു, നോക്ക്, തെക്ക് മുതൽ വടക്ക് വരെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും ഹോളെല്ലാം പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടോ? അപ്പൊ ദൈവം തമ്പുരാൻ ഗബ്രിയേലിനെ വിളിച്ചു, ഈ പറയുന്നത് ശരിയാണോന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് വേഗം റിപ്പോർട്ട് തരണം. ഗബ്രിയേൽ വന്നു പറഞ്ഞു, ദൈവം തമ്പുരാനെ കളി മാറി. ഇത്രയും നാളും ആഴ്ചയിൽ ഒരു സഭായോഗമാണെങ്കിൽ ഇപ്പോൾ ആഴ്ചയിൽ 7 ദിവസവും ആരാധനയാണ്. ഒരു ഹോൾ അടച്ചെങ്കിൽ 1,00,000 വീടുകളിൽ ആരാധന തുടങ്ങി. സാത്താനോട് ദൈവം ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? സാത്താൻ തല മുണ്ടിട്ട് തിരിഞ്ഞു നടന്നെന്ന ഭാവന കഥ. സത്യമായ കാര്യം അത്. ശരിയായിട്ട് ജനങ്ങൾക്ക് ആരാധനയുടെ ഒരു കൊതിയുണ്ടായി. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഓൺലൈനിൽ കൂടെ പോലും കർത്തൃവേശം നടത്തണമെന്നൊക്കെ പറയുന്നത്. ആ ഇൻട്രസ്റ്റ് അല്ലേ അതിനകത്ത് വെളിപ്പെടുന്നത്. പക്ഷെ അതിന് പോകണ്ട, അത് കുഴപ്പമുണ്ടാക്കും. ഓൺലൈനിൽ കൂടെ പോകണ്ട. കാരണം അങ്ങനെ ഇത് കൊടുത്തുവിടുന്ന സാധനം അല്ലല്ലോ. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയായിരുന്നു, അത് പറയാം. എന്റെ വീട്ടിൽ എന്റെ സഹശുശ്രൂഷകനും കുടുംബവും ഞങ്ങൾ കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് കർത്തൃവേശം നടത്തി. അപ്പൊ നടത്താൻ പ്രാഗൽഭ്യമുള്ള അഭിഷേകമുള്ള ഒരാളുണ്ടെങ്കിൽ 3 പേരുണ്ടെങ്കിൽ നടത്താമെന്ന് വേദപുസ്തകം പറയുന്നു. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥന കൂടി, ആരാധന കൂടി, വചനധ്യാനം കൂടി, സ്നേഹം കൂടി വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യമാണെന്ന് മനസ്സിലായി. കാരണം കൂട്ടി വെച്ചിട്ട് കാര്യമില്ലെന്ന് പിടികിട്ടി. ഇനി മനുഷ്യനിലുള്ള ആശ്രയം കുറഞ്ഞു. നമ്മുടെ ആൾക്കാരൊരു തുമ്മല് വന്നാ അപ്പൊ ഏറ്റവും വലിയ ആശുപത്രിയിൽ പോകും. ഇപ്പൊ എന്നെ ആരും പോകാത്ത ഹോസ്പിറ്റലെല്ലാം വെറുതെ കിടക്കുക, പള്ളിപ്പറമ്പ് പോലെ കിടക്കുക. ആരും മരിക്കുന്നുമില്ല. അടുത്ത 2 ആഴ്ചക്കുള്ളിൽ സ്റ്റഡ് ഇട്ടില്ലെങ്കിൽ മരിക്കുമെന്ന് പറഞ്ഞ 600 രോഗികൾ എവിടെ പോയി? ഓപ്പൺ ഹാർട്ട് സർജറി ഉടനെ നടത്തണമെന്ന് പറഞ്ഞ 1000കണക്കിന് രോഗികൾ എവിടെ പോയി? ആരും മരിച്ചിട്ടില്ല. അപ്പൊ ബിസിനസ് പിടികിട്ടിയോ നിങ്ങൾക്ക്? സൗകര്യം കൂടി, ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ഓടുകയാണ് ഹോസ്പിറ്റലിലോട്ട്. മനുഷ്യനിൽ ആശ്രയം കുറഞ്ഞു. ദൈവമല്ലാതെ ആശ്രയിക്കാൻ ഒരാളില്ലെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞ വർഷമാണിത്. നിന്നെ ഒന്ന് തൊടാൻ ഡോക്ടർക്ക് പേടിയാ. എന്നാൽ കുഷ്ഠരോഗിയെ തൊട്ട ഒരു കർത്താവ് ഇന്ന് രാത്രി കൊറോണക്കാരന്റെ വീട്ടിനകത്ത് കയറി, ഐസൊലേഷൻ റൂമിനകത്ത് കയറി തൊടാൻ ശക്തനാണ്. കുഷ്ഠരോഗിയെ തൊടുന്നവൻ അശുദ്ധനാകും. കോവിഡുകാരന്റെ അടുത്ത് നിന്നവനകത്താവും. എന്നാൽ യേശു ഇന്ന് രാത്രി നിന്റെ ഐസൊലേഷൻ റൂമിനകത്തു വന്ന് നിന്നെ തൊടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു സഹശുശ്രൂഷകൻ അനീഷ് ഏലപ്പാറ 1.5 മാസം ഐസൊലേഷനിൽ കിടന്നു. ഇന്ന് പുറത്തു വന്നു. ഞാൻ എല്ലാ ദിവസവും അദ്ദേഹത്തെ ഫോൺ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പുള്ളി എന്നോടൊരു സത്യം പറഞ്ഞു, അസൂയ തോന്നരുത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയ 350 പേജുള്ള പെന്തക്കോസ്റ്റ് 2020 മുഴുവൻ വായിച്ചു തീർത്തു അതിനകത്തിരുന്ന്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞു, അതിനുവേണ്ടി ദൈവം എനിക്കൊരു അവസരം തന്നായിരുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അവഗണിച്ചതിന് ക്ഷമ പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അല്പം കൂടി ഒന്ന് ഗ്രഹിക്കാൻ ശ്രമിച്ചോ, നല്ലതായിരിക്കും. ഇനി വിഷയത്തിലോട്ട് വരാം. 3 കുറിപ്പാണ് ഈ വചനത്തിൽ നിന്ന് പറയാനുള്ളത്. 1, യേശു തനിയെ ക്രൂശ് ചുമന്നു. അഭിപ്രായ വ്യത്യാസം ഉണ്ട്, എനിക്കുമുണ്ട്. ലൂക്കോസ് 23:26, മർക്കോസ് 15:21 എടുക്കണ്ട. ഈ 2 സ്ഥലത്തും പറയുന്നു കുറേനക്കാരനായ ശീമോൻ കുരിശു ചുമന്നെന്ന്. പക്ഷെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു യേശു താൻ തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട്. ഏതാ ശരി?
ഒന്നും സംശയിക്കണ്ട. അടുത്ത് നിന്ന് കണ്ട ഒറ്റയാളേ ഉള്ളൂ, അത് യോഹന്നാനാ. ഇനി ഞാൻ ആത്മീയം പറയുന്ന ആളാ, അതുകൊണ്ട് കേട്ടോണം. എല്ലാവരുടെ കൂടിയാ ചെയ്യുന്നതെന്ന് തോന്നും, പക്ഷെ ഒരുത്തനെ കാണുള്ളൂ ചെയ്യാൻ ഏത് കാര്യത്തിൽ. കാര്യത്തിന്റെ അകത്തോട്ട് കയറുമ്പോൾ ഒന്നോ രണ്ടോ മണ്ടന്മാര് കാണും പണിയെടുക്കാൻ. വീട്ടിലാണ് ഏതെങ്കിലും ഒരു കുടുംബം എടുത്തോ, കഷ്ടം സഹിക്കാനും നഷ്ടം സഹിക്കാനും എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്ത കുടുംബം ഒത്തു കൊണ്ടുപോകാൻ വേണ്ടി ഒരാള് കാണും. സഭയെടുത്തോ, പൊസിഷൻ വീതം വെച്ചെടുക്കാൻ 15 പേര് കാണും, പക്ഷെ പണിയെടുക്കാൻ 1-2 പേരെ കാണുള്ളൂ. ആരാണ്ടൊക്കെ സഹായിച്ചു കുരിശു ചുമക്കാരെന്നൊക്കെ എഴുതിക്കോ, പക്ഷെ യേശു താൻ തന്നെ ചുമന്നുവെന്ന് അടുത്ത് നിന്ന് കണ്ടയാൾ എഴുതിയിരിക്കുക. അയ്യോ, അന്നേരം വേറൊരു പ്രശ്നം വരുമല്ലോ. അലക്സാണ്ടറും രൂപസും കർത്താവിന് പ്രസിദ്ധരായി എന്നൊക്കെ ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഇങ്ങനെ ചെയ്യാം. പോലീസിന്റെ നിർബന്ധത്തിന്, പട്ടാളത്തിന്റെ നിർബന്ധത്തിന് അലക്സാണ്ടറിന്റെ രൂപസിന്റെ അപ്പൻ കുറച്ചു നേരം ആ തടിയുടെ പുറയിലത്തെ അറ്റം താങ്ങി. ഇത് ഭയങ്കര നീളമുള്ളതാ. കാരണം വലിയ കുഴിയിലോട്ട് ഇത് താഴത്തിലോട്ട് ഇറക്കി ഇത്രയും വലിയൊരു മനുഷ്യൻ അതേ നിൽക്കണ്ടേ. അപ്പൊ വലിയൊരു പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റിന്റെ വലിപ്പമുള്ള സാധനമായി കൊണ്ടുപോകണത്. തോളലിട്ടിട്ട് വലിക്കുക. കർത്താവ് തളർന്നപ്പോഴ് ഇവനൊന്ന് താങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അവൻ ഇട്ടേച്ച് പോയി എന്നാ എന്റെ ചിന്ത. അടുത്ത് നിന്ന് കണ്ട യോഹന്നാൻ പറഞ്ഞു, അവൻ താൻ തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള അപ്പൊ ഒടുവിലെത്തിയപ്പോൾ അവൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ദൂത് കുറിച്ചിട്ടോ, നീ നിന്റെ ക്രൂശ് തന്നെ ചുമക്കണം. അവസാനം വരെ നീ തന്നെ ചുമക്കണം. ഈ കല്യാണം കഴിപ്പിക്കുമ്പോ 600 പേരുണ്ട്, പക്ഷെ ഈ ഭാര്യ ചുമക്കാൻ നീ മാത്രമേ കാണൂ. ഇവരെല്ലാം ആശംസ പറയും, നിങ്ങൾക്ക് ഭയങ്കര ശോഭനമായ കുടുംബജീവിതം. എവിടെ? അത് നീയും അവളും കൂടി ഒത്താ ഒത്തു. കൂട്ടത്തിൽ പാടാനൊക്കെ ആളുണ്ട്, പക്ഷെ നീ തന്നെ ചുമക്കണം. നിന്റെ ക്രൂശ് നീ ചുമക്കണം. പിന്നെ ഈ ഖുറാനക്കാരന്റെ സഹായത്തിനകത്ത് ഞാനൊരു സന്ദേശം പറയാം. നീ വല്ലാതെ തളരുമ്പോൾ നിന്നെ താങ്ങാൻ ആരെയെങ്കിലും വല്ല വയലിന്നെങ്കിലും ദൈവം പറഞ്ഞു വിടും. പാരമ്പര്യമുള്ള ആരെ കിട്ടിയില്ലെങ്കിൽ, മാന്യന്മാരാരും വന്നില്ലെങ്കിൽ, പ്രസ്പെക്ടറിയിലുള്ള ആരും വന്നില്ലെങ്കിൽ, വല്ല വയലിൽ വരുന്ന ഒരുത്തരെയെങ്കിലും നിന്നെ താങ്ങാൻ ദൈവം അയക്കും. Amen. Hallelujah. പറയുന്നു, അവരുടെ മാന്യന്മാരാരും വേലയ്ക്ക് ചുമല് കൊടുത്തില്ല. എന്റെ ചോദ്യം, ലാസർ എവിടെ പോയി? മരിച്ചവരെന്ന് ഉയർത്തതല്ലേ? 10 കുഷ്ഠരോഗി സൗഖ്യമായില്ലേ? ഇവരൊക്കെ എവിടെ പോയി? ആരും കുരിശ് താങ്ങാൻ വന്നില്ല. അപ്പോൾ സമയം വരുമ്പോൾ ഇതുവരെ രംഗത്തുള്ളവർ മാറും. ഇതുവരെ രംഗത്തില്ലാത്ത ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. കാരണം സഭ ദൈവത്തിന്റെയാ. നിങ്ങൾ കുരിശിലോട്ട് നോക്കിയേ. യേശുവിനെ കുരിശെ നിറക്കിയതാരാ? പത്രോസ് അല്ല, തോമസ് അല്ല, യാക്കോബല്ല, യോഹന്നാനല്ല. ഇന്ന് വരെ സഭായോഗത്തിന് വരാത്ത പുള്ളി, ഇന്ന് വരെ പരസ്യത്തിന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാത്ത പുള്ളി, ഒറ്റ നോട്ടീസിൽ പേരില്ലാത്ത പുള്ളി, അരിമത്യക്കാരൻ ജോസഫ്, നിക്കോദീമോസും. പ്രധാന സമയം വരുമ്പോൾ വേണ്ടപ്പെട്ടവർ പലരും അപ്രത്യക്ഷമാകും. ആരാലും അറിയപ്പെടാത്ത ചിലരെ ദൈവം തന്നെ സഭയുടെ ഒടുവിലത്തെ പണിക്ക് രംഗത്ത് കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ ഇലക്ഷനും കാര്യങ്ങളും ഒക്കെ നല്ലതാ. അതില്ലാതെ ഇപ്പൊ ഇത്രയും വലിയ സഭ എങ്ങനെയാ കൊണ്ടുപോകണേ? അതുകൊണ്ട് അത് നടന്നോട്ടെ. പക്ഷെ ഇതെല്ലാം വീതം വെച്ച് കുരിശുമാക്കാൻ നേരത്തെ ആരും കാണുക. ഒരു കുരിശ് നിനക്ക് ചുമക്കാൻ തന്നെങ്കിൽ ഇടയ്ക്ക് വെച്ച് താഴെ വെക്കാൻ ഒക്കുകയില്ല.
അവസാനം വരെ ചുമക്കണം. റെസ്റ്റ് ഇല്ലാത്ത ജോലിയാണിത്, മാന്യതയില്ലാത്ത ജോലിയാണിത്, സഹായിക്കാൻ ആരെയും കിട്ടാത്ത ജോലിയാണിത്, തളരുന്ന ജോലിയാണിത്. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, നീ വീഴാനവൻ സമ്മതിക്കയില്ല. ലാസ്റ്റ് മൂമെന്റിൽ നിന്നെ താങ്ങാൻ ഒരാളെ ദൈവം തരും. അപ്പോൾ ഒന്നാമത്തെ ചിന്ത, നിന്റെ ക്രൂശ് നീ തന്നെ ചുമക്കണം. ഞാൻ ഈ കഴിഞ്ഞ ജൂൺ മുതൽ ഒരു ശാരീരിക ക്ലേശത്തിലൂടെ കടന്നുപോയി. കുമ്പനാട് കൺവെൻഷന്റെ സമയത്ത് എല്ലാ സ്നേഹിതരുടെയും നിർബന്ധം, വിശേഷാൽ കുമ്പനാട്ടിൽ നിന്ന് മേജർ ലൂക്കും പാസ്റ്റർ സാം ജോർജും ഒക്കെ ഒരുപാട് എന്നെ നിർബന്ധിച്ചു, എങ്ങനെയെങ്കിലും വരണം. എല്ലാവരും പറഞ്ഞു, ഞാൻ അതുകൊണ്ട് വന്നു. പക്ഷെ എനിക്ക് പ്രസംഗിക്കാൻ വയ്യാതെ ഞാൻ ദുഃഖിതനായി തിരിച്ചു പോന്നു. ദുഃഖിതനൊന്നും ആയില്ല, ദൈവം എന്നോട് ചില കാര്യങ്ങൾ അതിലൂടെ സംസാരിച്ചു. അത് ഞാൻ പിന്നീട് പറയാം. എന്റെ വേദന 6 മാസം നീണ്ടുന്നു. എന്റെ ഭാര്യ എന്നെ ജീവന തുല്യം സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യും. പക്ഷെ എന്റെ പെയിൻ അവൾക്ക് എടുക്കാൻ പറ്റുകയില്ല. നിന്റെ ക്രൂശ് നീ തന്നെ ചുമക്കണം. നിന്റെ ക്രൂശ് നീ തന്നെ ചുമക്കണം. ഞാൻ 18 ഡോക്ടർമാരെ മാറി മാറി കണ്ടു. ലേക്ക് ഷോർ എന്ന് വേണ്ട എല്ലാ ഹോസ്പിറ്റലും പോയി. ഒരു ഡോക്ടർക്കും നമ്മുടെ പെയിൻ എടുക്കാൻ പറ്റുകയില്ല. മാറി മാറി മരുന്ന് കുറിക്കാനേ പറ്റൂ. അങ്ങനെ ഒരു അലമാരി മുഴുവൻ മരുന്നുണ്ട്, എല്ലാം എടുത്തിപ്പോ കളഞ്ഞു ഞാൻ. ചില ദൈവദാസന്മാർക്ക് വെളിപ്പാട് കിട്ടി, ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. 1-2 പേരുടെ പേര് പറഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുടെ പേര് ഞാൻ മറന്നുപോയതുകൊണ്ട് പേരിപ്പോ പറയുന്നില്ല. കാനം സജിപ്പാസ് വന്ന് മുട്ടുകുത്തിയിട്ട് വൈകുന്നേരം ഈവനിങ് 4 o'clock മുട്ടുകുത്തിയിട്ട് രാത്രി 12 വരെ ഒരു ഒറ്റ ഇരുപ്പങ്ങിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കിടക്കുക, തറയെ കിടന്ന് പൊളയുക. ഞാനൊന്ന് ഉറങ്ങിയപ്പോ പുള്ളിക്കാരെടുത്ത് വീട്ടിൽ പോയി. നിന്റെ വേദന നീ തന്നെ ചുമക്കണം. അന്ന് എഴുതിയ പാട്ടാണ്, ഗദസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗദസമനയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ. എന്റെ അറിവിൽ ഇപ്പോൾ 40-ലധികം ആളുകൾ അത് വീഡിയോ ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കുവൈറ്റിൽ നിന്ന് 2 ഇരട്ട സഹോദരന്മാര് ചെയ്തിരിക്കുന്നു, നല്ല ബെസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പാട്ട് പഠിക്കാൻ എളുപ്പം. ഈ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ റിസ്ക് എടുത്ത് തന്നെ പാടി യൂട്യൂബിൽ ഇട്ടിരിക്കുന്ന പാട്ട് അത് തന്നെയാണ്. കാരണം അതിന് അത്രയും വേദന അതിന്റെ പിന്നിൽ മുടക്കിയിട്ടുണ്ട്. നിന്റെ ക്രൂശ് നീ തന്നെ ചുമക്കണം. ഗുണം എന്നാന്നറിയാവോ? ഇതിലൂടെ ചിലർ വിടുവിക്കപ്പെടാൻ പോവുകയാണ്. ഇതിലൂടെ ചിലരുടെ മുഖം ഒടിയാൻ പോവുകയാണ്. ഇതിലൂടെ ശത്രുവിന്റെ തല തകരാൻ പോവുകയാണ്. ഈ കുരിശ് നീ ഗോൽഗോത്ത വരെ ചുമന്നെത്തിക്കുമ്പോൾ നീ ഒരു വിടുതൽ കാണും. ദൈവ പൈതലേ, ഏത് ചെറിയ ശുശ്രൂഷയാണെങ്കിലും അതൊരു ക്രൂശാകട്ടോ. ഇതൊരു കംഫർട്ട് സോൺ അല്ല. എവരി മിനിസ്ട്രി ഈസ് എ ക്രോസ്. Every ministry for Lord Jesus Christ is a cross. But the end
it will make a crowd. രണ്ടാമത്തെ ചിന്തയിലേക്ക് ഞാൻ പോകുന്നു. രണ്ടാമത്തെ ചിന്ത, അവനെ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. യേശു എവിടെയും നടുവിൽ. ഒന്ന്, അവൻ കൂടിവരവിന്റെ നടുവിൽ. മത്തായി 18:20. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ കിഴക്ക് വശത്ത് ഞാൻ വരുമെന്നല്ല, എന്റെ നടുവിൽ ഞാൻ വരും. രണ്ട്, ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ചെറുപ്രായത്തിൽ അവൻ ഇരിക്കുന്നു. ലൂക്കോസ് 2:46. മൂന്ന്, വെളിപ്പാട് 1:13. 7 പൊന്നിളവിളക്കിന്റെ നടുവിൽ നിലയങ്കി ധരിച്ചു നിൽക്കുന്നു. വെളിപ്പാട് 5:6 4 ജീവികളുടെ നടുവിൽ നിൽക്കുന്നു. ഇനി വെളിപ്പാട് 5:6 ത്രിത്വത്തിന്റെ നടുവിൽ നിൽക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്റെ ചോദ്യം, നിന്റെ ലൈഫിൽ അവൻ എവിടെയാ? വേർ ഈസ് ദ പൊസിഷൻ ഓഫ് ജീസസ്? നിന്റെ ലൈഫിൽ യേശുവിന്റെ സ്ഥാനം എവിടെയാ? നിന്റെ ലൈഫിന്റെ സെന്ററിൽ, നിന്റെ ചിന്തയുടെ സെന്ററിൽ, നിന്റെ ശുശ്രൂഷയുടെ സെന്ററിൽ, നിന്റെ ഫാമിലിയുടെ സെന്ററിൽ, നിന്റെ ബിസിനസിന്റെ സെന്ററിൽ, നിന്റെ ഉദ്യോഗത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ യേശുവാണോ? അങ്ങനെയാണെങ്കിൽ ഏത് വലിയ ഇരുമ്പാണി അടിച്ചാലും അതൊരു ഉയർപ്പിലെ അവസാനിക്കുന്നു. ഒതുക്കാനൊന്നും പറ്റുകയില്ല. ഒരു കുറച്ച് സമയത്തേക്ക് അപമാനിക്കാൻ പറ്റും, തുപ്പാൻ പറ്റും, അപകീർത്തിപ്പെടുത്താൻ പറ്റും. ക്രിസ്തു സെന്ററിലാണെങ്കിൽ അതിന്റെ അന്ത്യം റിസറക്ഷൻ ആണ്. Every cross going to resurrection. ആമേൻ. നിന്റെ ജീവിതത്തിന് നടുവിൽ യേശു ഉണ്ടോ? കർത്താവിന്റെ അമ്മയ്ക്ക് അബദ്ധം പറ്റി. കൂടെ കാണുമെന്ന് വിചാരിച്ചു വർത്താനം പറഞ്ഞുകൊണ്ട് നടന്നു. ഈ രാവിലെ തൊട്ട് വൈകുന്നവരെ നാട്ടുകാരോട് വർത്താനം പറഞ്ഞുകൊണ്ട് നടന്നു. യേശുവിനോട് നീ മിണ്ടിയില്ലല്ലോ 3 ദിവസം. മേരി ജോസഫിനോട് ചോദിക്കുക, 3 ദിവസം യേശുവിനോട് മിണ്ടിയില്ലല്ലോ. അതല്ലേ? ഈ ചർച്ചിൽ ഒരു സഹോദരനെ ബൈബിള് മറന്നു വെച്ചു പോയി. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, അയ്യോ പുള്ളി ഒന്ന് വിളിച്ചു പറയണം. ഞാൻ പറഞ്ഞു, വിളിക്കണ്ട, അടുത്ത ശനിയാഴ്ച വൈകിട്ട് പുള്ളി വിളിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ശനിയാഴ്ച വൈകിട്ട് ഫോൺ വിളിച്ചു. അച്ഛാ, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി, ബൈബിൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ആൾക്കാർ ബൈബിൾ എടുക്കുന്നത് എന്നാന്ന് പിടി കിട്ടിയോ? ഞാൻ ചോദിച്ചപ്പോ ചിരിച്ചോണ്ട് പറയാ, വീട്ടിൽ വേറെ ബൈബിൾ ഉണ്ടെന്ന്. ഓക്കെ, വീട്ടിൽ വേറെ ബൈബിൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത്, 3 ദിവസം യേശു കൂടെ ഉണ്ടെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞപ്പോൾ യേശുവിനോട് മിണ്ടിയില്ലെന്നല്ലേ എന്റെ അർത്ഥം? വൈറസ് ഒന്നും വിഷയമല്ല, ക്വാറന്റൈൻ ഒന്നും വിഷയമല്ല. യേശു വീട്ടിലുണ്ട്. പാസ്റ്റർക്ക് വരാൻ പറ്റിയാലേ ഉള്ളൂ, കമ്മിറ്റിക്കാർക്ക് വരാൻ പറ്റിയാലേ ഉള്ളൂ. യേശു നിന്റെ വീട്ടിലുണ്ട്. നീ അവനോട് മിണ്ടാത്ത 1 മിനിറ്റ് നിനക്കുണ്ടാവാൻ പാടില്ല. ഒരൊറ്റ സെക്കൻഡ് പോലും അവനോട് സംസാരിക്കാതിരിക്കരുത്. ഇന്ന് കർത്താവിനോട് സംസാരിച്ചോ? എങ്ങനെയാ ഭാഷ സംസാരിക്കുന്നത്? 1 കൊരിന്ത്യർ 14:2, 4, 14 ഒക്കെ പിന്നെ വായിച്ചാൽ മതി. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്ര സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ല. ഒറ്റ മനുഷ്യരെ അറിയുകയല്ല. ഇത് പറഞ്ഞുകൊണ്ട് നടന്നാൽ മതി. കണക്ഷൻ, ടച്ച്, കീപ്പിംഗ് ടച്ച് എന്നൊക്കെ പറയല്ലേ പിള്ളേർ തമ്മിൽ പിരിയാൻ നേരത്ത്. ഇത് ഞായറാഴ്ചയാ കീപ്പിംഗ് ടച്ചൊക്കെ. അവനുമായിട്ട് മിണ്ടാത്ത 1 മണിക്കൂർ നിനക്കുണ്ടാകരുത്. വെറുതെ ഒരു സ്തോത്രമെങ്കിലും പറ, വെറുതെ എങ്കിലും ഒരു രക്തത്താൽ ജയമെങ്കിലും പറ.
എന്ത് കൊറോണയുമാവട്ടെ, എന്ത് പ്രതിസന്ധിയുമാവട്ടെ, പരിഹാസം വരട്ടെ, നിന്നയാവട്ടെ, നീ അവനോട് മിണ്ടിക്കോ. അവനോട് മിണ്ടിയാൽ നിന്റെ ചങ്കിനകത്ത് തണുപ്പായിരിക്കും, നിന്റെ എല്ലാ ദുഃഖവും മാറും. അവൻ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ഈ രാത്രിയിൽ ഇടപെടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മിണ്ടാൻ ഒരാളെ ഉള്ളെന്നേ. ഇവിടെ പിറവത്ത് 3 മരണം ഈ സമയത്ത് നടന്നു. 20 പേരെ വെച്ച് ഞാൻ 3 ശവസംസ്കാര ശുശ്രൂഷ നടത്തി ജീവിതത്തിൽ ആദ്യമായിട്ട്. ആരോഗ്യ വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും SI അടക്കം കാവല് നിന്നോണ്ട്. അതുകൊണ്ട് ഒരു ഗുണം കിട്ടി. ഈ ഡിപ്പാർട്ട്മെന്റുകാരെല്ലാം നിത്യജീവന്റെ സൂചന കേൾക്കാൻ പറ്റും. കാരണം ഈ ആശംസ അനുശോചനം ഒന്നുമില്ല. നമ്മുടെ സഭയടക്കം മുഴുവൻ നശിപ്പിച്ചില്ലേ കഴിഞ്ഞ കാലങ്ങളിൽ. ഇത് കറക്റ്റ് ഒരു ദൂത് മാത്രം പറഞ്ഞു. ഇവര് മുഴുവൻ കേൾക്കാതെ പറ്റിയല്ല, ഇവര് വീഡിയോ എടുക്കുക. ഇത് വേറെ വല്ല കുഴപ്പമുണ്ടോന്നറിയാം. ദൈവത്തിന്റെ പദ്ധതി ആര് കണ്ടു? അപ്പൊ ഞാൻ പറയാൻ വന്നത്, ആ മനുഷ്യന്റെ മകൾ വളരെ ദൂരെ നിന്ന് വന്നപ്പോൾ സ്റ്റേറ്റ് മാറി വന്നതുകൊണ്ട് ക്വാറന്റൈനിൽ ഇരുത്തി, കാണിച്ചില്ല. അപ്പൊ നിനക്ക് മിണ്ടാൻ ഒരാളെ ഉള്ളൂ. ആ ആളോട് ഇപ്പോഴേ മിണ്ടിക്കോ, അവസാനം വരെ ഞാൻ ചോദിക്കട്ടെ, ഈ തൃശ്ശൂര് വരെ അച്ഛന്റെ പ്രസംഗം കേട്ടായിരുന്നോ? ICU എന്ന് പറഞ്ഞ എന്നാന്ന്? എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കാണുന്ന സ്ഥലമാണ് ICU. ഒറ്റയാൾക്ക് വീട്ടിൽ കിടന്ന് മരിക്കാൻ ഇനിയും ഭാഗ്യം കിട്ടത്തില്ല. ICUയിലേക്ക് കിടക്കാൻ പറ്റും. ICUയിൽ കിടക്കുമ്പോൾ ഭയങ്കര സുഖം. ഞാൻ കിടന്നിട്ടുണ്ട്. ഒരൊറ്റ മനുഷ്യൻ തിരിച്ചു നോക്കിയല്ല, വെറുതെ ആയി പറയുന്നത്. വിളിച്ചാ പോലും ആരും വരികയല്ല. എന്റെ പൊന്നെ, വീട്ടിലാണ് പിള്ളേരെ ഒന്ന് കാണരുതോ? സമ്മതിക്കുകയല്ല. ഓർത്തോണം, നിനക്ക് അവസാനത്തെ മിണ്ടാൻ ഒരാളെ കാണുള്ളൂ. ഓൺലി വൺ കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് ജീസസ്. അവൻ നടുവിലാണെങ്കിൽ നീ പരാജയപ്പെടുകയല്ല. 3-ാമത്തെ ദൂതോട് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. വാട്ട് ഐ ഹാവ് റിട്ടൺ, ഇറ്റ് ഈസ് റിട്ടൺ. ഞാൻ എഴുതി. ഏതൊക്കെ ഭാഷയിലാ? ഞാൻ നമ്മുടെ ഭാഷയിൽ പറയാം. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. ലോക്കൽ ലാംഗ്വേജ്, നാഷണൽ ലാംഗ്വേജ്, ഇന്റർനാഷണൽ ലാംഗ്വേജ്. ദേശീയപുത്രനാണെന്നും പിന്നെ തച്ചന്റെ മോനാണെന്നും ആലയം പൊളിച്ചു പണിയുന്നവനാണെന്നും എഴുതിയത് മലയാളത്തിൽ മാത്രം. പിടികിട്ടിയില്ല ഞാൻ പറഞ്ഞ ദൂത്. നിന്നെ അപമാനിച്ചതും കരിവാരി തേച്ചതും വെറും 1000 പേര് വായിക്കുന്ന സൂത്രത്തിനകത്താ. എന്നാ നിന്നെ മാനിക്കുന്നത് ഇന്റർനാഷണൽ ലെവലിലാ. വാട്ട് ഐ ഹാവ് റിട്ടൺ, ഇറ്റ് ഈസ് റിട്ടൺ. അവര് പറഞ്ഞ തിരുത്തണം, നടക്കുകയില്ല. പീലാത്തോസ് ഇന്ന് വരെ ഒരു തീരുമാനം ചൊവ്വ എടുത്തിട്ടില്ല. കാരണം ഒരു നട്ടലിന് ഒരു ചെറിയ വൈബ്രേഷൻ ഉള്ള ആളാ. പക്ഷെ ഇതിനകത്ത് പുള്ളി എടുക്കും. അതെന്നാന്നറിയോ? ഇതുവരെ ഒരു തീരുമാനം എടുക്കാത്തതിന്റെ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതങ്ങ് ശരിക്കും അങ്ങ് എടുക്കും. യഹൂദന്മാരുടെ മുഖത്തടിച്ച പോലെ പറഞ്ഞു, ഞാൻ എഴുതി തന്നു. എന്റെ പീലാത്തോസെ അതെങ്കിലും ചെയ്തത് നന്നായി. ഓർത്തോണം, നിന്നെ അപമാനിക്കാനോ പരിഹസിക്കാനോ കൊച്ചാക്കാനോ എഴുതുന്ന എഴുത്ത് വളരെ ചെറിയ സർക്കുലേഷനെ കാണുള്ളൂ. എന്നാൽ നിന്നെ ആദരിക്കാൻ എഴുതുന്ന എഴുത്ത്, പ്രൈസ് ഗോഡ്, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യും. ഇന്ന് രാത്രിയിൽ ആരാണ് യേശുവിനെ കൂടാതെ ജീവിതം നയിക്കുന്നത്? നിന്റെ ജീവിതത്തിന്റെ സെന്ററിൽ യേശു ആണോ അതോ കാശാണോ? അറയ്ക്കൽ ജോയ് സാറിനോട് എനിക്ക് ബഹുമാനമാണ്. ഒത്തിരി സാധുക്കളെ സഹായിച്ചതാ. പക്ഷെ ഈ 50 വയസ്സിൽ എന്തിനാ ചത്തുകളഞ്ഞേ? കഫേ കോഫി ഡേയുടെ സ്ഥാപകൻ സിദ്ധാർത്ഥിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം നല്ല കാപ്പിയാ, കുടിച്ചിട്ടുള്ളവർക്കേ അറിയത്തുള്ളൂ. എയർപോർട്ടിൽ മാത്രമേ ആ കാപ്പി കിട്ടുള്ളൂ. 1500 കാപ്പിക്കടയുണ്ട് പുള്ളിക്ക്. ഒരു ദിവസം 5 ലക്ഷം കാപ്പി വിൽക്കും. ഒരു കാപ്പിയുടെ വില 150 രൂപ. കൂട്ടിക്കോ, വരുമാനം എത്രയാന്ന്? 25,000 ഏക്കർ കാപ്പിത്തോട്ടം മംഗലാപുരത്തുണ്ട്.
എന്റെ പൊന്നു സാറേ, വെള്ളത്തിൽ ചാടിച്ചാവേണ്ട കാര്യമുണ്ട്? അങ്ങനെയൊക്കെയാണ് ഞങ്ങളിപ്പോ ഒരു 15 പ്രാവശ്യം ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. എന്താ കാരണം? ജീവിതത്തിന്റെ സെന്ററിൽ യേശു ഇല്ല. ആമേൻ. അവനെ നിന്റെ ജീവിതത്തിന്റെ സെന്ററിൽ വെച്ചാൽ ഐസൊലേഷൻ വാർഡിൽ അവനെ വരുള്ളൂ. ക്വാറന്റൈനിൽ അവൻ മാത്രമേ വരികയുള്ളൂ. ഭാര്യയ്ക്ക് വരാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, കണ്ണുകളടയ്ക്കാം. ഓ ജീസസ്, അല്പനേരം ദൈവത്തെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് സ്ഥലങ്ങളിൽ ഇരുന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ കുടുംബത്തിന്റെ സെന്ററിലേക്ക്, എന്റെ ലൈഫിൽ, എന്റെ ഹാർട്ടിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക് ഇന്ന് രാത്രി ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ എന്ന് പറഞ്ഞു മുട്ടുന്ന യേശുവിനെ ഹൃദയത്തിലോട്ട്, സെന്ററിലോട്ട്, ഫാമിലിയിലോട്ട് ക്ഷണിക്കാവോ? നിന്റെ പ്രയാസം എത്ര കഠിനമാണെങ്കിലും അവസാനം വരെ ചുമന്നെത്തിക്കാൻ അവൻ സഹായിക്കും. യേശുവിന് വേണ്ടി കുരിശ് ചുമന്ന ആരും ഇടവഴിയിൽ തളർന്ന് വീഴാൻ അവൻ സമ്മതിച്ചിട്ടില്ല. നിന്നെ മാനിക്കുന്ന ഒരു സമയം വരും, അന്നത് തിരുത്താൻ ആർക്കും കഴിയില്ല. യഹൂദന്മാര് മുഴുവൻ കൂടി പറഞ്ഞു ഈ എഴുത്ത് തിരുത്തണം. ഇല്ല. ദൈവം ഒരുത്തനെ മാനിച്ചാൽ മനുഷ്യന് കൈയെത്താത്ത ഉയരത്തിലായിരിക്കും അത് ചെയ്യുന്നത്. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവിനെ ജീവിതത്തിന്റെ സെന്ററിലേക്ക് പ്രതിഷ്ഠിക്കുക. എത്ര പേര് ഇന്ന് രാത്രി അത് ചെയ്യും? യേശു ഞായറാഴ്ച മാത്രം ഉള്ള ഒരാളായിട്ടല്ല, എപ്പോഴും നിന്റെ ജീവിതത്തിന്റെ സെന്റർ പോയിന്റിൽ യേശുവിനെ വെക്കാമോ? ദൂരെ ഇരുന്നുകൊണ്ട് കേൾക്കുന്നവർ അവിടെ ഇരുന്ന് സമർപ്പിച്ചേ. പ്രിയ കർത്താവേ, ജനമെല്ലാം സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനമെല്ലാം മരണഭീതിയിലാണ്. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആരും കയറിച്ചെല്ലാത്ത അഗ്നികുണ്ഡത്തിനകത്ത് കയറിച്ചെന്ന യേശു, ആരും കയറിച്ചെല്ലാത്ത തിരമാലയുടെ നടുക്ക് കയറിച്ചെന്ന യേശു ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ഇറങ്ങി വരുന്നതിനായി സ്തോത്രം. കർത്താവുമായി ഒരു ആഴമുള്ള ബന്ധം സ്ഥാപിപ്പാൻ ഇന്ന് ചിലരെ കർത്താവ് ഒരുക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് സംഘടിപ്പിച്ച പ്രിയപ്പെട്ടവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്. ആരാധിക്കാം യേശുവിനെ, അധികാരം വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഉയർത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കാമെന്നോ. ഉയർത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കാമെന്നോ. ആരാധിക്കാം യേശുവിനെ, അധികാരം വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, വിശ്വസിക്കാം യേശുവിനെ, രക്ഷകനെ. പറയാം യേശുവിനെ, കർത്താവിനെ. വിശ്വസിക്കാം, വിശ്വസിക്കാം
യേശുവിനെ ഏകരക്ഷകൻ പറയാം. യേശുവിനെ കർത്താവിനെ ആരാധിക്കാം, ആരാധിക്കാം. യേശുവിനെ അധികാരമുള്ളവനെ ആരാധിക്കണം. ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ ആരാധിക്കണം. ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ഘോഷിച്ചിടാം. യേശുവിനെ സത്യസുവിശേഷത്തെ പാർക്കാം. യേശുവിനെ യേശുവിനെ സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം. യേശുവിനെ വീണ്ടും വരുന്നവരെ ആരാധിക്കാം, ആരാധിക്കാം. യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം. ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം. ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ഉയർത്തിയിടാം. യേശുവിനെ ക്രൂശിലെ ജയാളിനെ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കാൻ യോഗ്യനോ ഉയർത്തിയിടാം. യേശുവിനെ ക്രൂശിലെ ജയാളിനെ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കാൻ യോഗ്യനോ ആരാധിക്കാം. യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം. ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. Praise the Lord. ഈ അനുഗ്രഹീതമായ മീറ്റിംഗിൽ വളരെ ശക്തമായ ദൂത് ദൈവവചനത്തിന്റെ ആഴങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ബഹുമാനപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായി ഇന്ന് കുടുംബത്തിലെ കൺവെൻഷൻ എന്ന IPC ഇവാഞ്ചലിസം ബോർഡിന്റെ ഈ കൺവെൻഷനിലൂടെ അനേകർക്ക് അനുഗ്രഹമായി, അനേകർക്ക് ആശ്വാസമായി നാളുകളിലും ഇത് തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകുലതയിലും ആശങ്കയിലുമായിരിക്കുന്നവർ, ഏകരെന്ന് തോന്നുന്നവർക്ക് കർത്താവ് മാത്രം തുണ. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവ് മാത്രം നിങ്ങളോടൊപ്പം. ആകയാൽ ഈ വചനങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഔപചാരികമായി നന്ദി അറിയിക്കുക എന്നുള്ളത് ഉള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ സുരേഷ് മാത്യു അവർ ചില വാക്കുകളിൽ വേഗത്തിൽ ചുരുക്കമായി നന്ദി അറിയിക്കുന്നതായിരിക്കും. അതേ തുടർന്ന് പാസ്റ്റർ ജേക്കബ് ചാക്കോ അവർ പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട പാസ്റ്റർ ജേക്കബ് ചാക്കോ അവർ തന്നെ ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. അതിനുശേഷം ഹോസ്റ്റ് ആയിരിക്കുന്ന പ്രിയ പാസ്റ്റർ ലിനു കെച്ചോൺ അവർ ചില വാക്കുകൾ നമ്മെ അറിയിക്കുകയും ചെയ്യും. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ കുടുംബത്തിലെ കൺവെൻഷൻ എന്ന ഈ പ്രോഗ്രാം പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷമുള്ള ദൂരെയും നമ്മെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പണം ചെയ്യുന്നു. ഇവാഞ്ചലിസം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ലോക്ക്ഡൌൺ ഉണ്ടാകുകയും നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ ദൈവദാസന്മാർക്ക് ദൈവം നൽകിയ ദർശനമനുസരിച്ച് സൂമിലൂടെ വ്യത്യസ്തമായ പ്രോഗ്രാം നടത്തുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്തു. അത് അനേക പ്രയോജനമായി തീർന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുകയും ദൈവത്തിന് സകലമാനവും മഹത്വവും അർപ്പണം ചെയ്യുകയും ചെയ്യുന്നു. വിശേഷിച്ച് ഇന്ന് പകൽ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരുന്നത് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ
സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാന്യനായ പാസ്റ്റർ ഷിബു നെടുവേലി അവറുകളാണല്ലോ. അദ്ദേഹത്തോടുള്ള ഞങ്ങളുടെ പ്രത്യേകമായ നന്ദിയെ അറിയിക്കുന്നു. കർത്താവ് തന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് വളരെ തിരക്കുകളുടെ നടുവിലും ഐശ്വര്യമായി ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ച ഞങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ പാസ്റ്റർ ബാബു ചെറിയാൻ അവറുകളോടുള്ള പ്രത്യേകമായ നന്ദിയെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ ജീവൻ ടൈറ്റസ് തക്ക സമയത്ത് തന്നെ വന്ന് സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാനിടയായി തീർന്നല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്ന് തന്നെ മകനെ ഉപയോഗിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നന്ദിയെ അറിയിക്കുന്നു. വിശേഷിച്ച് ഈ കുടുംബത്തിലെ കൺവെൻഷൻ ആരംഭിച്ച ദിവസങ്ങൾ മുതൽ ഐശ്വര്യമായി സംഗീത ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ ഡോക്ടർ ബ്ലസനെയും പേർസിസ് ജോണിനെയും ദൈവം സഹായിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നിലയിൽ വചന ശുശ്രൂഷിപ്പാൻ പാസ്റ്റർ ബി മോനിച്ചൻ അവരുകളെയും അതേ രാജു മേത്തർ പാസ്റ്ററെയും ദൈവം ശക്തമായി ഉപയോഗിച്ചു. എല്ലാ നിലകളിലും അത് ജനത്തിന് അനുഗ്രഹമായി തീർന്ന കർത്താവിന്റെ ദാസന്മാരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. വിശേഷിച്ച് ന്യൂമ ഹെർമറ്റിനിക്സിന്റെ കർത്തൃദാസന്മാരോടുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. ലിനു കെ ജോണിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇവാഞ്ചലിസം ബോർഡിനോട് ബന്ധത്തിൽ ഞങ്ങളുടെ കൺവീനർ ആയിരിക്കുന്ന പാസ്റ്റർ സിനോ ജോർജിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സെക്രട്ടറി ആയിരിക്കുന്ന എൽ കെ റോയ് സാർ അതേ ആദ്യോടന്തം എല്ലാ പ്രോഗ്രാമിനും ഉത്സാഹത്തോടെ പങ്കെടുത്തു. ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരുടെ ട്രഷറർ അതേ കൺവീനേഴ്സ് എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ചാനലുകളിലൂടെ വിവിധ ചാനലുകളിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ സംരംഭത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാ മാധ്യമങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാൻ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പിന്നിട്ടതായിരിക്കുന്ന 3 ദിവസക്കാലം സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നു. വിശിഷ്യാൽ IPC കേരള സ്റ്റേറ്റ് ഇവാഞ്ചലിസം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബത്തിലെ കൺവെൻഷൻ എന്നുള്ളതായിരിക്കുന്ന നിലയിൽ ആ ഒരു പേരിൽ നടത്തിയതായിരിക്കുന്ന ഈ യോഗത്തിൽ സംബന്ധിച്ചതായിരിക്കുന്ന ദൈവദിനത്തെ എല്ലാം കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം ശ്രവിച്ചതായിരിക്കുന്ന വ്യക്തികളോട് കർത്താവ് ഇടപെടുകയും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതായിരിക്കുന്ന വ്യക്തികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്യണമേ എന്നങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിലും തിരിച്ചറിയുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഐശ്വര്യമായി അങ്ങയുടെ വചന ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസനെ നീ ബലപ്പെടുത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു തനിയെ ആ ക്രൂശ് ചുമന്നു എന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ പലപ്പോഴും ഞങ്ങൾ ചുമക്കേണ്ടതായിരിക്കുന്ന ക്രൂശ് അത് മഹത്വകരമാണെന്നും ഞങ്ങളെ എത്രയാണ് അടച്ച് ഉറപ്പിച്ചാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർപ്പുണ്ടെന്നും ഈ നാളുകളെ തിരിച്ചറിയുവാൻ അവിടുന്ന് സഹായിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ യേശുവിനെ 2 കള്ളന്മാരുടെ മധ്യയെ ക്രൂശിച്ചു എന്ന് തിരുവചനത്തിൽ കൂടി ഞങ്ങളെ ഓർപ്പിച്ചല്ലോ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏത് പ്രതികൂല സന്ധിയിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും മധ്യയെ വസിക്കുന്ന കർത്താവിനെ കാണുവാനുള്ള കാഴ്ചപ്പാട് ഞങ്ങൾക്ക് തരണമേ. പ്രസന്നസന്ധിയിൽ 2 3 അവരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യയെ വരുന്ന കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രതികൂലത്തിന്റെ മധ്യയെ ഇറങ്ങി വരുന്ന കർത്താവേ, നന്ദിയോട് സ്തോത്രം. അതേ തിരമാലകൾ എത്ര ഇരച്ച് കടന്നു വന്നാലും അതിന്റെ മധ്യയുള്ള കർത്താവിനെ കാണുവാനുള്ള കാഴ്ചപ്പാട് ഞങ്ങളുടെ ജീവിതത്തിൽ തെരുമാറാകണമേ. നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ പ്രശ്നസന്ധിയിൽ പ്രതികൂല സന്ധിയിൽ മധ്യയുള്ള കർത്താവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ശുഭയാത്ര ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ നന്ദിയോട് പ്രാർത്ഥിക്കുകയാണ്. പീലാത്തോസ് പറഞ്ഞതുപോലെ ഞാൻ എഴുതിയത് എഴുതി എന്ന് തിരുവചനത്തിൽ ഞങ്ങൾ ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടേതായിരിക്കുന്ന കർത്താവെ പ്രതികൂല സന്ധിയിലും പ്രശ്നസന്ധിയിലും അപമാനിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ ഞങ്ങളെ പരസ്യമായി ഞങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവും ഞങ്ങൾക്ക് ഈ രാത്രി നൽകിയതോർത്ത് നന്ദിയോട് സ്തോത്രം. പ്രശ്നസന്ധിയിൽ അനേകർ ഈ ലോകം വിട്ട് സ്വയം ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയപ്പോൾ ഞങ്ങളുടെ ജീവിത പങ്കാളിയായ കർത്താവിനെ ഞങ്ങളുടെ മധ്യയെ കണ്ടുകൊണ്ട് ഞങ്ങളെ കർത്താവിനെ ഉയർത്തുവാനുള്ള ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. വിശിഷ്യാൽ കർത്താവെ ഈ കൺവെൻഷൻ കർത്താവെ ഇത് ക്രമീകരിച്ച സംഘാടകർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവാഞ്ചലിസം ബോർഡിൻ്റെതായിരിക്കുന്ന കമ്മിറ്റി മെമ്പേഴ്സിനും എക്സിക്യൂട്ടീവുമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറഞ്ഞതായിരിക്കും ദൈവദാസന്മാരെ കർത്താവ് പിന്നെയും ശക്തീകരിക്കണമേ.
പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച പ്രിയപ്പെട്ടവരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ആരെല്ലാം ദൈവത്തിന്റെ വചനം വിവിധ ഭവനങ്ങളിൽ നിന്ന് സ്ഥാനങ്ങളിൽ ഇരുന്ന് കേട്ട് അവരുടെ ഹൃദയത്തിൽ തീരുമാനങ്ങൾ എടുത്തോ, ആ തീരുമാനത്തിൽ അതിവരെയും നിൽക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിശുഷിയാൽ ഈ കൊറോണയുടേതായിരിക്കുന്ന പ്രശ്നത്തിൽ ആരെല്ലാം പ്രതികൂല സന്ധിയിൽ കൂടി കടന്നു പോകുന്നോ, ഈ പ്രശ്ന സന്ധിയിലും ഞങ്ങൾക്ക് ലഭിച്ചതായിരിക്കുന്ന ക്രിസ്തീയ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആ നിലയിൽ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും നിലച്ചു പോകാത്ത ദൈവീയ സാന്നിധ്യം ഞങ്ങൾക്ക് ഇപ്പോഴും അനുഭവിച്ചറിയുവാൻ അവിടെ നിലയാക്കിയതോർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ നിറയ്ക്കണം, വരവനായി ഒരുക്കണം. പ്രാർത്ഥന ഘടനായി സ്തുതിക്കുന്നു യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവസ്നേഹവും നമ്മെ ആശ്വസിച്ചമെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സുവാസവും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടമുള്ളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും വിശേഷിയാൽ ഇവാഞ്ചലിസം ബോർഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും അതിന്റെ സംഘാടകരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മൂലം ഈ രാത്രിയിൽ ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 3 ദിവസം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കുടുംബത്തിലെ കൺവെൻഷൻ നടത്തുവാൻ കർത്താവ് സഹായിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ടും രാജ്യത്തിന് വെളിയിലും ഞങ്ങളെ ഈ പ്രോഗ്രാമിൽ ഒരുപാട് സഹായിച്ച പലരുണ്ട്. അവർക്കൊക്കെ നന്ദി പറയുന്നു. വെറുതെ ഒരു പ്രോഗ്രാം നടത്തുകയല്ല, ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇത് ആശ്വാസത്തിന് കാരണമായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവദാസന്മാർ സംസാരിച്ചു, പലരെയും പരിശുദ്ധ ആത്മാവ് തൊട്ടു. പ്രത്യേക ഇന്ന് ദൈവജനം സംസാരിച്ച ദൈവദാസനായി ഞാൻ പ്രത്യേക ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ നല്ല രീതിയിൽ പരിശുദ്ധ ആത്മാവ് വ്യക്തിപരമായി എന്നോടും ഇടപെട്ടു. ഞാൻ ചിന്തിക്കുന്നു അനേകരോട് അത് ഇടപെട്ടു. കാരണം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്രോഗ്രാമിൽ നിന്ന് മാറാതെ നിരന്തരം കണ്ടുകൊണ്ട് ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. ലൈവില് മാറി മാറി പോകാതെ തന്നെ ആ വചന ശുശ്രൂഷ ശ്രദ്ധിച്ച് കേട്ടു. അത് എനിക്ക് ഫേസ്ബുക്കിൽ തത്സമയം കാണാമായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ അനേകർക്ക് ആശ്വാസകരമായി ഭവനങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ അവരെ തൊട്ടുണർത്തുന്ന രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ അവസാന ദിവസം പ്രത്യേക ഓരോരുത്തരോട് ഇടപെട്ടു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആ ദൈവദാസന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ കടന്നു വന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഇതിനെയൊക്കെ പിമ്പിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അതൊക്കെ പലർക്കും ഇതിനെ മുൻകൈ എടുത്തു. അവരെല്ലാം ഓർത്ത് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം എല്ലാവരെയും മാനിക്കട്ടെ. God bless you. Good night. Thank you. Good night. God bless you.